My dear students, this is your Mary teacher and welcome to my YouTube channel, Mary's Thoughts and Talks. Mahatma Gandhi said, "Be the change you want to see in the world." How can you make a change, a difference in this society? In this modern world, do you know what success is? It is not just making money, it is about pursuing excellence to make a difference in the society. Here is an entrepreneur who says it's important to take risks to achieve your dreams. Yes, Irfan Alam is an entrepreneur who changed the lives of many people through his innovative enterprise. Now let us learn about Irfan Alam. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ നിങ്ങൾ തന്നെയാകട്ടെ. എങ്ങനെയാണ് നമുക്ക് ഈ ലോകത്തിൽ, ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താനായി സാധിക്കുക? ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ എന്താണ് വിജയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് പണം സമ്പാദിക്കൽ മാത്രമല്ല. വിജയം എന്നുള്ളത് ധനസമ്പാദനം മാത്രമല്ല. പിന്നെ എന്താണ്? സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിനു വേണ്ടി ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ്, ഒരു പിന്തുടർച്ചയാണ് വിജയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വ്യവസായ സ്ഥാപകൻ നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് നിങ്ങൾ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന്. അതെ, ഇർഫാൻ അലം എന്ന വ്യവസായ സ്ഥാപകൻ അനേകായിരം ജനതകളുടെ ജീവിതം തൻ്റെ നൂതനമായ സംരംഭത്തിലൂടെ മാറ്റിമറിക്കുന്ന കഥയാണ് നാം കാണുന്നത്. നമുക്ക് ഈ മഹാനായ വ്യക്തി ഇർഫാൻ അലം ആരാണെന്ന് അറിയണ്ടേ? ഇർഫാൻ അലം is the founder and chairman of Samman Foundation, which organizes rickshaw pulling sector in Bihar. He is the first to introduce prepaid cycle rickshaw in India. His efforts to empower those at the bottom of India's social hierarchy have been widely recognized. He is recognized as one of the top 30 youth icons of India. He has won a competitive reality show for entrepreneurs named Business Bazigar and the World Bank's Innovation Award. At the Entrepreneurship Summit held at Washington, D.C. in 2010, President Obama complimented Irfan Alam with the words, "You are doing a tougher job than me." ഇർഫാൻ അലം സമ്മാൻ എന്ന സംഘടനയുടെ സ്ഥാപകനാണ്. ഈ സംഘടന ബീഹാറിലെ റിക്ഷ വലിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അദ്ദേഹമാണ് ആദ്യമായി ഇന്ത്യയിൽ പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷ എന്ന ആശയം ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ താഴെ തട്ടിലുള്ള റിക്ഷ വലിക്കുന്നവർക്ക്
വേണ്ടിയുള്ള അവരെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമം ലോകമെങ്ങും ശ്രദ്ധ പിടിച്ചുപറ്റി. അദ്ദേഹം ഇന്ത്യയിലെ 30 യൂത്ത് ഐക്കണുകളിൽ ഒരു പ്രഥമ സ്ഥാനം വഹിക്കുന്നു. അദ്ദേഹത്തിന് ബിസിനസ് ബാസിഗർ എന്ന വ്യവസായ സ്ഥാപകർക്ക് വേണ്ടിയുള്ള റിയാലിറ്റി ഷോയിലും അതുപോലെ തന്നെ വേൾഡ് ബാങ്ക്സ് ഇന്നൊവേഷൻ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വാഷിങ്ടൺ DC-യിൽ 2010 നടന്ന വ്യവസായ സ്ഥാപകന്മാർക്ക് വേണ്ടിയുള്ള ആഗോള സമ്മേളനത്തിൽ പ്രസിഡന്റ് ഒബാമ അദ്ദേഹത്തെ പ്രശംസിച്ചത് ഇങ്ങനെയാണ്: താങ്കൾ എന്നേക്കാൾ ഏറെ ബുദ്ധിമുട്ടേറിയ തൊഴിലാണ് ചെയ്യുന്നതെന്ന്. In Unit 3, named Challenges of Life, the first lesson is a three-wheeled revolution. It's an interview given by Irfan Alam to Sujata Ramprasad for India Currents in May 2010. ജീവിതത്തിലെ വെല്ലുവിളികൾ എന്ന മൂന്നാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആദ്യത്തെ അധ്യായമാണ് ത്രീ വീൽഡ് റെവല്യൂഷൻ, മുച്ചക്ര വിപ്ലവം. ഇത് ഇർഫാൻ അലം സുജാത രാംപ്രസാദിന് ഇന്ത്യ കറൻസ് എന്ന മാഗസിന് വേണ്ടി 2010 നൽകിയ അഭിമുഖമാണ്. Congratulations on your achievement. When and how did you conceive this idea? When I was 17, I was traveling in a rickshaw. I felt thirsty and I asked rickshaw puller for some water. He replied that it was expensive to get bottle of water and to stack them. Immediately I realized that there was a market for selling water bottles in rickshaws. The very next day, I talked to 5 rickshaw pullers and gave them 8 bottles of water each. I told them the profit would be split between them and me. For each bottle, profit would be ₹2, and the first day itself, I got 8 rupees. താങ്കളുടെ നേട്ടത്തിൽ അഭിനന്ദനങ്ങൾ. താങ്കൾക്ക് എപ്പോഴാണ് ഈ ആശയം ലഭിച്ചത്? എനിക്ക് 17 വയസ്സായിരുന്നപ്പോൾ ഞാൻ റിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്നു. എനിക്ക് വളരെയധികം ദാഹം തോന്നി. ഞാൻ റിക്ഷ വലിക്കുന്ന അയാളോട് കുറച്ച് വെള്ളം ചോദിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, വെള്ളത്തിന് ഒരുപാട് വിലയാണ്. വെള്ളം ലഭിക്കുന്നതിനും അതുപോലെ റിക്ഷയിൽ അത് ശേഖരിച്ച് വയ്ക്കുന്നതിനും തക്ക പണം തങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന്. ഉടനെ ഇർഫാൻ അലത്തിന് ഒരു ആശയം ഉദിക്കുകയാണ്. വെള്ളക്കുപ്പികൾ വിറ്റ് ഒരു വരുമാനമുണ്ടാക്കാമല്ലോ എന്ന്. അടുത്ത ദിവസം തന്നെ ഞാൻ 5 റിക്ഷ വലിക്കുന്നവരെ കണ്ടുമുട്ടി. അവർക്ക് 8 കുപ്പി വെള്ളം ഓരോരുത്തർക്കും 8 കുപ്പികൾ വീതം നൽകുകയാണ്. അവരോട് പറഞ്ഞു, ഇതിൽ വിറ്റിട്ടുണ്ടാകുന്ന ലാഭം ഞാനും അവരുമായി പങ്കുവയ്ക്കുമെന്ന്. ഓരോ കുപ്പി വെള്ളത്തിലും 2 രൂപ വീതം ലാഭം ലഭിക്കുമെന്നും. ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് 8 രൂപയുടെ ലാഭമാണ് ലഭിച്ചത്. You were very young when you came up with and executed this idea. Yes, I think entrepreneurship is in my blood. I had an interest in business from an early stage. During the stock market scam in 1992, my father and many of his friends lost their money.
Then I took interest in stock market and began researching on various companies. Using my advice, all my father's friends recovered their losses and some of them made profit. Then I started my first portfolio management firm at the age of 13. When my parents found that I was dabbling in the rickshaw sector as well, they asked me to stop doing it and to concentrate on studies. All through my college days in Pondicherry, where I pursued my master's of foreign trade degree, I continued reading and researching about rickshaw sector. താങ്കൾ ഈ ആശയം പ്രാവർത്തികമാക്കിയപ്പോൾ വളരെ ചെറുപ്പമായിരുന്നുവല്ലോ. അതെ, സംരംഭകത്വം എൻ്റെ രക്തത്തിലുണ്ട്. എനിക്ക് വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ ബിസിനസ്സിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. 1992 സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമിൽ എൻ്റെ അച്ഛനും സുഹൃത്തുക്കൾക്കും ഒരുപാട് പണം നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യം കാണിച്ചു തുടങ്ങി. ഒരുപാട് കമ്പനികളെക്കുറിച്ച് ഗവേഷണങ്ങളും നടത്താൻ തുടങ്ങി. എൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അച്ഛനും സുഹൃത്തുക്കൾക്കും അവരുടെ നഷ്ടങ്ങളിൽ നിന്ന് കരകയറാനായിട്ട് സാധിച്ചു. ചിലരെ ലാഭവും ഉണ്ടാക്കി. ഞാൻ 13-ാമത്തെ വയസ്സിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സ്ഥാപനം ആരംഭിക്കുകയാണ്. എൻ്റെ മാതാപിതാക്കൾ ഞാൻ റിക്ഷാ മേഖലയിലും കൈവച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നോട് എല്ലാം നിർത്തി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായി ഉപദേശിച്ചു. പോണ്ടിച്ചേരിയിൽ ഞാൻ ഫോറിൻ ട്രേഡിൽ ബിരുദാനന്തര ബിരുദം ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാൻ വായിച്ചിരുന്നതും ഗവേഷണം നടത്തിയിരുന്നതും റിക്ഷാ മേഖലയെക്കുറിച്ച് തന്നെയായിരുന്നു. What was the spark that revived this idea? In 2006, an Indian TV show called Business Basigar began an entrepreneur hunt and invited ideas for new businesses. I entered this contest with a proposal. My idea was to organize rickshaw sector and make it profitable. I told that rickshaws should be redesigned so the spaces could be used for advertising and brand promotion. I also told that additional income can be gained by selling juices, mobile cards, newspapers, biscuits, etc. to the passengers. I won the show and I was offered the seed money of 150 lakhs. ഈ ആശയം പുനരുജ്ജീവിപ്പിച്ച തീപ്പൊരി എന്തായിരുന്നു? 2006 ഞാൻ ബിസിനസ് ബാസിഗർ എന്ന ഒരു ഇന്ത്യൻ TV ഷോയിൽ പങ്കെടുത്തു. അവർ സംരംഭകർക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു. പുതിയ ആശയങ്ങൾ, പുതിയ ബിസിനസ് തുടങ്ങുന്നതിനായി അവർ ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്തു. എൻ്റെ ആശയം റിക്ഷാ മേഖലയെ കൂടുതൽ ലാഭമുള്ളതാക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു, റിക്ഷകൾ കുറച്ചുകൂടി പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് തക്ക രീതിയിൽ ഡിസൈൻ ചെയ്യണമെന്നും അതിൽ നിന്ന് ഒരു ലാഭം ലഭിക്കുമെന്നും ജ്യൂസ്, മൊബൈൽ കാർഡ്, ന്യൂസ് പേപ്പർ, ബിസ്ക്കറ്റ് ഇവയെല്ലാം യാത്രക്കാർക്ക് വിറ്റിട്ടും ലാഭം നേടാമെന്നും അവതരിപ്പിച്ചു. ആ ഷോയിൽ എനിക്ക് വിജയം നേടി. എനിക്ക് 150 ലക്ഷം രൂപ നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. Was someone started with this seed money? No, the only way to sustain rickshaw business was to get the loyalty of the rickshaw pullers.
I wanted to provide them with insurance, ID cards, and uniforms. I wanted to run it as not for profit organization. I thought it to the best way to sustain the business and the easiest way to get banks to give out loans. Since the organizers of the TV show did not agree to this model, I refused to take the seed capital. താങ്കൾ സമ്മാൻ എന്ന സംഘടന ആ പണം ഉപയോഗിച്ചാണോ ആരംഭിച്ചത്? ഒരിക്കലുമല്ല. റിക്ഷ ബിസിനസ് നിലനിൽക്കുന്നതിനായിട്ട് എനിക്ക് റിക്ഷ വലിക്കുന്നവരുടെ വിശ്വാസ്യത നേടണമെന്നുണ്ടായിരുന്നു. ഞാൻ അവർക്ക് ഇൻഷുറൻസും ID കാർഡുകളും യൂണിഫോമും നൽകാനായിട്ട് ആഗ്രഹിച്ചു. എനിക്ക് ഒരു ലാഭം നേടുന്ന സംഘടനയാക്കി മാറ്റാനുള്ള ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മേഖല, റിക്ഷ മേഖലയിലെ ബിസിനസ് നിലനിൽക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം ബാങ്കിൽ നിന്ന് വായ്പ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. എൻ്റെ ഈ ആശയത്തോട് TV ഷോയുടെ സംഘാടകർ യോജിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ലഭിച്ച സമ്മാനത്തുകയായ 150 ലക്ഷം രൂപ നിരാകരിച്ചു. When did this turn into a true social venture? As I learned about the rickshaw pullers, their lives and their sorrowful conditions, it became a social cause. There are some 10 million rickshaws operating in India. Most of the rickshaw pullers don't own their rickshaws. They take them on rent for about 30 to 40 rupees a day. What they get after paying the rent is hardly enough for the families. I wanted to create an organization to empower the rickshaw pullers and to increase their income. I believe in C.K. Prahlad's idea that business can be successful by targeting the bottom of the pyramid. Samman was started in 2007 with the seed money from family and friends. എപ്പോഴാണ് സമ്മാൻ എന്ന ഈ സംഘടന സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയായി മാറിയത്? ഞാൻ റിക്ഷക്കാരെ പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ അവരുടെ ജീവിതം എത്ര ശോചനീയമാണെന്ന് എനിക്ക് മനസ്സിലായി. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഒരു ആവശ്യമായി മാറി. സമൂഹത്തിൻ്റെ തന്നെ ഒരു ആവശ്യമായി തോന്നി. ഇന്ത്യയിൽ ഏതാണ്ട് 10 ദശലക്ഷം റിക്ഷകൾ ഓടുന്നുണ്ട്. ഒട്ടുമിക്ക റിക്ഷക്കാർക്കും സ്വന്തമായി റിക്ഷയില്ല. അവരത് വാടകയ്ക്ക് 30 അല്ലെങ്കിൽ 40 രൂപയ്ക്ക് ഒരു ദിവസത്തിന് എടുക്കുന്നു. അവർക്ക് ആ വാടക തുക കൊടുത്തതിന് ശേഷം കിട്ടുന്ന മിച്ചത്തുക അവരുടെ കുടുംബം പുലർത്താൻ ഒട്ടുമേ തികയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കണമെന്ന് തോന്നി. അവരുടെ വരുമാനം വർദ്ധിപ്പിക്കണമെന്നും അവരെ ശാക്തീകരിക്കണമെന്നും എനിക്ക് തോന്നി. എനിക്ക് C.K. പ്രഹ്ലാദിൻ്റെ ആശയത്തിൽ വലിയ വിശ്വാസമുണ്ട്. ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവർക്ക് ഒരു ഉയർച്ചയുണ്ടാകണം. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാകണം. അവരെ പരിഗണിക്കുന്നതാകണം എന്നുള്ളത്. അങ്ങനെ 2007 ഞാൻ സമ്മാൻ എന്ന സംഘടന തുടങ്ങി. അതിന് സ്വരൂപിച്ച തുകയാകട്ടെ എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ സുഹൃത്തുക്കളും നൽകിയ തുക കൊണ്ടാണ്. Can you describe the operation model of Samman?
When a rickshaw puller approaches someone, a verification process is done. The rickshaw puller is then given training on basic etiquette and traffic rules. Then we help him to get a bank loan for a new rickshaw. The banks are now ready to give bank loans because we stand as guarantors. The rickshaw pullers feel empowered because they are pulling their own rickshaw. We gave them accidental and health insurance. Each driver is given an ID card and uniform. Now the rickshaw puller becomes a member of the Samman family. നിങ്ങൾക്ക് സമ്മാൻ എന്ന സംഘടനയുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് വിശദീകരിക്കാമോ? റിക്ഷ വലിക്കുന്നയാൾ സമ്മാൻ എന്ന സംഘടനയെ സമീപിച്ചാൽ ആദ്യം ഒരു പരിശോധന നടത്തും. അതിനുശേഷം ആ റിക്ഷ വലിക്കുന്നയാൾക്ക് സാമാന്യ മര്യാദകളെക്കുറിച്ചും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും പരിശീലനം നൽകുന്നു. റിക്ഷക്കാരനെ ബാങ്ക് ലോൺ ലഭിക്കുന്നതിനായി ഞങ്ങൾ സഹായിക്കും. ബാങ്കുകളെല്ലാം ഇപ്പോൾ ലോണുകൾ അവർക്ക് നൽകുന്നതിനായി തയ്യാറാകുന്നുണ്ട്. കാരണം ഞങ്ങളാണ് അവർക്ക് ഗ്യാരണ്ടിയായി നിൽക്കുന്നത്. റിക്ഷ വലിക്കുന്ന ആൾക്ക് ഇപ്പോൾ സ്വയം പര്യാപ്തത നേടിയതായി തോന്നുന്നു. കാരണം അയാൾ സ്വന്തം റിക്ഷയാണല്ലോ ഓടിക്കുന്നത്. ഞങ്ങൾ അവർക്ക് അപകട ആരോഗ്യ പരിരക്ഷ നൽകുന്നുണ്ട്. ഓരോ റിക്ഷ ഓടിക്കുന്നയാൾക്കും ഞങ്ങൾ ഐഡൻറ്റിറ്റി കാർഡും യൂണിഫോമും നൽകുന്നു. ഈ ഘട്ടങ്ങളിലൂടെ കടന്നു കഴിഞ്ഞാൽ റിക്ഷ വലിക്കുന്നയാൾ സമ്മാൻ എന്ന സംഘടനയുടെ കുടുംബത്തിൻ്റെ അംഗമായി മാറുന്നു. How does Samman help increase the revenues of rickshaw pullers? How does Samman get its revenues? Samman rickshaws are designed to have plenty of space to display advertisements. The income from advertisement is shared between the rickshaw pullers and the Samman. Rickshaw pullers can sell water, fruit juice, prepaid cards, mobile phones, etc. They come to a central rickshaw yard in the morning and load up what they want. At the end of the day, the profit is shared between them and Samman. The money they get from the passengers is theirs. The income of the rickshaw pullers have increased 30 to 40%. Moreover, the rickshaw pullers have a sense of belonging and empowerment. Their wives and children attend free evening classes called Samman Gyan. Samman brought dignity to rickshaw pullers who were previously considered as menial laborers. In addition, Samman itself is profitable. Last year, Samman earned a revenue of 50 lakhs, profit of 8 lakhs. സമ്മാൻ എങ്ങനെയാണ് റിക്ഷ വലിക്കുന്നവരുടെ വരുമാനം കൂട്ടുന്നതിനായി സഹായിക്കുന്നത്? സമ്മാൻ എന്ന സംഘടനയ്ക്ക് സ്വന്തമായി വരുമാനമുണ്ടാകുന്നത് എങ്ങനെയാണ്? സമ്മാൻ എന്ന സംഘടന റിക്ഷകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് പരസ്യങ്ങൾ റിക്ഷകളിൽ പതിക്കാവുന്ന രീതിയിലാണ്. പരസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം റിക്ഷ വലിക്കുന്നവരും സമ്മാൻ എന്ന സംഘടനയും തമ്മിൽ പങ്കുവയ്ക്കുന്നു. റിക്ഷക്കാർക്ക് വെള്ളം, ഫ്രൂട്ട് ജ്യൂസ്, പ്രീപെയ്ഡ് കാർഡ്, മൊബൈൽ ഫോൺ ഇതെല്ലാം വിൽക്കാവുന്നതാണ്. അവർ രാവിലെ തന്നെ റിക്ഷകൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ വന്നതിന് ശേഷം റിക്ഷകളിൽ അവർക്കാവശ്യമുള്ള സാധനങ്ങൾ നിറയ്ക്കുന്നു. ദിവസത്തിൻ്റെ അവസാനം കിട്ടുന്ന ലാഭം സമ്മാനും അവരും തമ്മിൽ പങ്കിട്ടെടുക്കുന്നു. യാത്രക്കാരിൽ നിന്ന് കിട്ടുന്ന പണം
റിക്ഷക്കാർക്കുള്ളതാണ്. റിക്ഷക്കാരുടെ വരുമാനം 30% നിന്ന് 40% വർദ്ധിച്ചിരിക്കുന്നു. മാത്രമല്ല, റിക്ഷക്കാർക്ക് ഇപ്പോൾ സ്വാഭിമാനമുണ്ട്. അവർ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു. അവരുടെ ഭാര്യമാരും കുട്ടികളും സന്ധ്യാവേളകളിൽ ക്ലാസുകളിൽ വന്ന് പഠിക്കുന്നുണ്ട്. സമ്മാൻ റിക്ഷക്കാർക്ക് അന്തസ്സ് നേടിക്കൊടുക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. റിക്ഷ വലിക്കുന്നവരെ മുൻപ് വെറും കൂലിക്കാരായാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് സ്വന്തമായി ഒരു വ്യക്തിത്വം, സ്വാഭിമാനം നേടിക്കൊടുക്കുന്നതിൽ സമ്മാൻ വലിയ പങ്ക് വഹിച്ചിരിക്കുകയാണ്. സമ്മാൻ എന്ന സംഘടന ലാഭത്തിലാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം 50 ലക്ഷത്തോളം സമ്മാൻ എന്ന സംഘടനയ്ക്ക് വരുമാനമുണ്ടായിരുന്നു. 8 ലക്ഷത്തിൻ്റെ ലാഭവും സമ്മാൻ എന്ന സംഘടനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. Does Samman get directly involved in microfinancing? No, we help the rickshaw pullers to get money from the bank. Now they pay the bank loan in installments and eventually become the owners of rickshaw. സമ്മാൻ മൈക്രോ ഫിനാൻസിങ്ങിൽ പങ്കാളിയാകുന്നുണ്ടോ? ഞങ്ങൾ റിക്ഷക്കാർക്ക് ബാങ്കിൽ നിന്ന് പണം ലഭിക്കുന്നതിന് അവരെ സഹായിക്കുന്നു. അവർ ബാങ്കിലേക്ക് വായ്പ നേരിട്ട് പല ഗഡുക്കളായി അടയ്ക്കുകയും ക്രമേണ റിക്ഷയുടെ ഉടമസ്ഥരായി തീരുകയും ചെയ്യുന്നു. Aren't cycle rickshaws a dying breed? Rickshaws are still popular in many parts of the country. In the last 2 years, number of rickshaws increased in New Delhi. It is the popular transport from metro stations. I think rickshaw is the vehicle of the future and it is environment friendly. We have an R&D wing working on a solar powered fiberglass rickshaw. റിക്ഷ എന്ന വിഭാഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണോ? ഒരിക്കലുമല്ല. റിക്ഷ ഇന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉപയോഗത്തിലുണ്ട്. കഴിഞ്ഞ 2 വർഷമായി റിക്ഷകളുടെ എണ്ണം ന്യൂഡൽഹിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അത് മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് ആളുകൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഗതാഗത മാർഗമാണ്. എനിക്ക് തോന്നുന്നത് റിക്ഷയാണ് ഭാവിയിലെ വാഹനമെന്നാണ്. മാത്രമല്ല, പരിസ്ഥിതി സൗഹൃദപരവുമാണ്. ഞങ്ങൾക്ക് ഒരു R&D വിങ് ഉണ്ട്. അത് സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന ഫൈബർ ഗ്ലാസ് കൊണ്ടുള്ള റിക്ഷകളുടെ നിർമ്മാണത്തിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. What were your experiences of the Presidential Entrepreneurship Summit at the USA? I met some truly great people. I talked to the Nobel Prize winner Muhammad Yunus. He invited me to Bangladesh to help set up a similar organization for the rickshaw workers there. താങ്കളുടെ അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് സമ്മേളനത്തിലുള്ള അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ ഒരുപാട് പ്രശസ്തരായ വ്യക്തികളെ കണ്ടുമുട്ടി. നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം എന്നെ ബംഗ്ലാദേശിലേക്ക് ഇതുപോലൊരു സംഘടന അവിടെ കെട്ടിപ്പടുക്കുന്നതിനായി ക്ഷണിച്ചിട്ടുണ്ട്. What is your advice to students on entrepreneurship? An entrepreneur is one who sees an opportunity and puts conscious efforts to make an enterprise. People discourage youth from taking this path. It is time that we think of entrepreneurship as a career. It can tackle unemployment. It is important to dream.
but one has to take calculated risks to achieve your dream. താങ്കൾക്ക് വിദ്യാർത്ഥികളോട് ഓൺട്രപ്രണർഷിപ്പിനെ പറ്റി എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? ഒരു വ്യവസായ സ്ഥാപകൻ ഒരവസരം എപ്പോഴും കാണും. അതുമാത്രമല്ല, അത് പ്രാവർത്തികമാക്കുവാനും ഒരു സ്ഥാപനമാക്കി മാറ്റുവാനും പ്രയത്നിക്കുകയും ചെയ്യും. ആളുകൾ ഇന്നത്തെ ചെറുപ്പക്കാരെ വ്യവസായത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് ഒരു തൊഴിലായി കരുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ഓൺട്രപ്രണർഷിപ്പ് വളരെയധികം സഹായിക്കും. ഒരു സ്വപ്നം കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ നാം വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കൂടി തയ്യാറാകണം. Thank you very much. We wish you the very best for your unique journey. Thanks. It is with the blessings of my mentors and well-wishers that I carry my journey forward. ഒരുപാട് നന്ദിയുണ്ട്. താങ്കളുടെ ഈ വേറിട്ട മുന്നോട്ടുള്ള യാത്രയിൽ താങ്കൾക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. നന്ദി. എൻ്റെ ഉപദേഷ്ടാക്കളുടെയും എൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരുടെയും അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. So dear young aspirants of entrepreneurship, whenever you start an enterprise, always remember C.K. Prahlad's idea that business can be successful by targeting the bottom of the pyramid. So dear students, next time I will tell you a real life story of a young girl who changed the lives of many. So please wait and don't forget to subscribe to my YouTube channel, Mary's Thoughts and Talks. Thank you.